ഇതേ നിലപാടല്ലേ ഒരാള് ജാറത്തിങ്ങൽ പോകുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത് എങ്കിൽ ഖുർആൻ ഒന്നുകൂടെ പറയാണ് എന്താ? അവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്ന കാര്യം എന്താ? മഹാന്മാര് അദൃശ്യ കാര്യങ്ങൾ അറിയും, നമ്മളെ മനസ്സിലുള്ളത് അറിയും. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങടെ കൽഭാഗമെന്നോവരേ. കുപ്പിയകത്തുള്ള ഒരു വസ്തുവിനെ എങ്ങനെ കാണുന്നുണ്ടോ അതേപോലെ കാര്യങ്ങളെ നമ്മൾ കാണുന്നതാണ്, മഹാരഥന്മാർ കാണുന്നതാണ്. നോക്ക് നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ആയിഷ റളിയല്ലാഹു മാല കാണാനല്ല. പ്രവാചകൻ നബിയാണ്, ബാക്കിയുള്ളവരൊക്കെ ആരാ? വലികളാണ്. ആയിഷ ബീവിയാണ്. എല്ലാവരും കൂടി തെരഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് ഇടി കൊടുത്തു. നിന്റെ കാരണം കൊണ്ടാണ് നിസ്കാരടക്കം വൈകിയത് അല്ലേ? എന്താ? അവരാരും കണ്ടിട്ടില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണുന്ന ഈ സൂപ്പർ കാഴ്ച അവർക്കില്ല. പ്രവാചകന് വേണ്ടി വാരിക്കൊടിയൊരുക്കി യുദ്ധക്കളത്തിൽ അതിലേക്ക് വീണു, മുൻപല്ല് പൊട്ടിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഹൂദ സ്ത്രീ അതിഥിയായി ക്ഷണിച്ചു. കൂടെണ്ടായിരുന്ന ബിശർ ആ സ്ത്രീ കൊടുത്ത ഭക്ഷണം കഴിച്ച് സ്പോട്ടിൽ മരിച്ചു. വിഷവസ്തു കലക്കിയതാ കൊടുത്തത്. പ്രവാചക തിരുമേനിക്ക് അല്ലാഹ് പ്രൊട്ടക്ഷൻ കൊടുത്തു. ആയിഷ ബീവിയുടെ മടിക്കും നെഞ്ചിനും ഇടയിൽ കിടന്ന് ലോകത്തോട് യാത്ര പറയുമ്പോൾ ഉന്നതങ്ങളിൽ റബ്ബിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിടവാങ്ങുന്ന റസൂല് പറയുന്നുണ്ട്, അന്ന് ഖൈബറിൽ നിന്ന് ജൂതപ്പെണ്ണ് തന്ന വിശത്തിന്റെ വേദന ഞാൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. പ്രവാചക പത്നിക്കെതിരിൽ ആരോപണങ്ങൾ ഉണ്ടായി. അവര് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ അവര് ഒട്ടകക്കട്ടിലിൽ കയറി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? പിന്നെ അവരുടെ ഒട്ടകക്കട്ടിൽ ചുമക്കുന്ന ആളുകൾ അവരിങ്ങോട്ട് പോന്നു. എന്താ കാര്യം? ആയിഷ ബീവിനെ അങ്ങനെ എടുക്കാനുള്ള കാര്യം എന്താ? വിശ്വാസികളുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇടക്ക് പറയാണ്, ബഹ്റൈനിൽ ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിഷം കൊടുത്തു കൊന്നു എന്ന് ഷിയാക്കൾ പറഞ്ഞപ്പോ അഹ്ലുസുന്ന കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഉമ്മുന ആയിഷ എന്ന് 1000 സ്റ്റിക്കറുകൾ ഒട്ടിച്ചു, പ്രചാരണങ്ങൾ നടത്തി, ക്യാമ്പയിൻ നടത്തി. എവിടെ നോക്കിയാലും ഹോർഡിങ്ങുകളിൽ, അതുപോലെ തന്നെ ഒരു ലിഫ്റ്റുകാരനടുത്ത് ഫ്ലൈറ്റില് യാത്രയിൽ എല്ലായിടത്തും ഉമ്മുന ആയിഷ എന്ന് എഴുതി വെച്ചിട്ട് അവർ പ്രതികരിച്ചത്. ആ ഉമ്മയായതുകൊണ്ട് അവർ യാത്രയിൽ അവരെ ഏറ്റിയിട്ടാണ് കൊണ്ടുപോണത്. ഒട്ടകക്കട്ടിലിനുള്ളിൽ ആയിഷ ബീവി ഉണ്ട് എന്ന് ഇവർ വിചാരിച്ചു, ഉണ്ടായിരുന്നില്ല. മദീനത്തെത്തിയപ്പോൾ ആയിഷ ബീവി ഇല്ല. പിന്നിൽ വീണുപോണ വസ്തുക്കളൊക്കെ പൊറുക്കിയെടുക്കാനുള്ള ചുമതലയുള്ള ആൾ വന്നപ്പോൾ ആയിഷ ബീവി ഇവിടെ നിൽക്കുക. ഒട്ടകത്തിലേക്ക് കയറ്റിയിട്ട് അദ്ദേഹം നടന്നു പോന്നു. മദീനയിലെ മുനാഫിഖീങ്ങൾ, മദീനയിലെ ജൂതന്മാർ പദ്ധതി ഉണ്ടാക്കി. ജൂതന് ഇന്ന് തുടങ്ങിയൊന്നല്ലത്, ഇസ്രായേലിൽ ചെയ്യണ ഈ പണിയില്ലേ, ഇതെന്നും പണ്ടേ ഉണ്ടതാ. പ്രവാചകന്റെ പത്നിയെ പറ്റി ദുരാരോപണം പ്രചരിപ്പിച്ചു. പ്രവാചകൻ എന്താ പറഞ്ഞു? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ആയിഷ ബീവിന്റെ കൽബ് നോക്കിയിട്ട് പറഞ്ഞോ ആയിഷ സാരല്ല എന്നാ പറഞ്ഞേ? അല്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തിക്കോ. സ്വന്തം വീട്ടിലേക്ക് പോയി. കുറച്ച് അധികം ദിവസങ്ങൾ അവിടെ കഴിഞ്ഞു. ആകാശത്ത് നായത്തിറങ്ങി അവരെ ശുദ്ധീകരിച്ചു. അപ്പോഴാണ് തിരുത്തപ്പെട്ടത്.